കോട്ടയം ലാക്കാട്ടൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച നാലംഗ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. മരിച്ച ജോസ്നയുടെ സഹകരണ ബാങ്കിലെ ചിട്ടിയുടെ വിവരങ്ങൾ ശേഖരിച്ചു. വ്യക്തിപരമായ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും. സംഭവ ദിവസം കുടുംബം അസ്വസ്ഥരായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. പൈസയുടെയാണെന്ന് അറിയത്തില്ല. ഇതാരോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു. ഇപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് ഒരു മേലാഴി പോലെ ഉണ്ടായിരുന്നു, ഒരു വിഷമം പോലെ, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ജില്ലാശുപത്രി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും മേലാഴി ആയിരിക്കും എന്ന് പറഞ്ഞാൽ പോകുന്നത്. അയർക്കൊന്ന് കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചേ. അയർക്കൊന്ന് ചെന്നപ്പോൾ പറഞ്ഞു കോട്ടയം ജില്ലാശുപത്രി പോകണമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫോൺ വരികയും പിന്നെ തിരിച്ചു പോരുക, ആരാണ്ട് വരുന്നുണ്ടെന്ന്. ഇവിടെ വന്ന പിടിയും ആരെയും കാണാനുമില്ല. ഇവർ നാലും കൂടി ഇറങ്ങി പോയി. വണ്ടിക്കൂലിയൊക്കെ പിന്നെ തരാമെന്ന് പറഞ്ഞങ്ങ് പോയി. ചിറപ്പുറത്ത് സ്വദേശി ജോസ്നയും മകൾ മരിയ തെരേസയുമാണ് മരിച്ചത്. ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്താണ് ഇവരുടെ ഈ ഒരു തീരുമാനത്തിനുള്ള കാരണം എന്നുള്ള കാര്യങ്ങളിലുള്ള പരിശോധന നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ അടക്കമാണോ പരിശോധന? തീർച്ചയായും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത്. അതിൽ ഈ സഹകരണ ബാങ്കിൽ ഇവർക്ക് ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട കണക്ക് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടാതെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ്, ചിട്ടിയുടെ സ്വഭാവത്തിൽ തന്നെയാണോ, വ്യക്തിപരമായ ചിട്ടി എന്ന നിലയ്ക്കാണോ, അതെന്നുൾപ്പെടെ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിലെ എത്ര ഇടപാടുകൾ ഉണ്ടായിരുന്നു, ആകെ തുക എത്രയാണ്, എത്ര പേരുമായി ഈ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ശേഖരിച്ച് ആദ്യം തന്നെ ഇതിൽ സാമ്പത്തിക ബാധ്യത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിൽ നടത്തുന്നുണ്ട്. ഇത് നിലവിൽ തന്നെ ബാങ്കിൽ നിന്ന് ഈ ചിട്ടിയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. മറ്റിടപാടുകളുടെ വിവരങ്ങൾ കൂടി ശേഖരിച്ച് വരികയാണ്. ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വിശദമായി കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ കൂടാതെ ഒരു വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിൻ്റെയും മകൻ്റെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് ഗുരുതരമായി തന്നെയാണ് ആരോഗ്യനില തുടരുന്ന സാഹചര്യമുള്ളത്. പോലീസ് അന്വേഷണം തുടരുന്ന പശ്ചാത്തലമാണ്. നാട്ടുകാരെല്ലാം തന്നെ ഞെട്ടലിലാണ്. കാരണം അത്യാവശ്യം നാടുമായൊക്കെ സഹകരിച്ചു പോകുന്ന വലിയ രീതിയിൽ അവിടെ ബന്ധങ്ങളുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് നാട്ടുകാരും എല്ലാമായി എപ്പോഴും സഹകരിച്ചു പോകുന്നതാണ്. മാത്രമല്ല ഈ സഹകരണ ബാങ്കിൽ രാവിലെ തൂക്കാനായി എത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സഹകരിച്ചു പോകുന്ന നാട്ടുകാരുമായെല്ലാം നല്ല ബന്ധമുള്ള കുടുംബമാണ്. അവർക്ക് ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലിലാണ് ആ നാടാകെ ഉള്ളത്. ആ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേ ദിവസം ഓട്ടോയിൽ പോയ ആളുടെ ബൈറ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ പറയുന്നത്, ഓട്ടോ അയർക്കുന്നത്തേക്ക് പോകാൻ വേണ്ടി പറയുകയും ഓട്ടോ വിളിക്കുകയും യാത്ര ചെയ്യുന്നതിനിടയിൽ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജോസ്നയുടെ ഫോണിലേക്ക്. അത് കട്ട് ചെയ്ത് വിടുകയായിരുന്നു. അതിനുശേഷം മകൾ ഫോൺ എടുത്തുകൊണ്ട് ഞങ്ങൾ തിരികെ വരികയാണെന്ന് പറഞ്ഞു. ആരോടാണ് പറഞ്ഞതെന്ന് വ്യക്തമല്ല. അതിനുശേഷം ഈ ജില്ലാ ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോഴവിടെ ആരെയും കണ്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത്. ഈ കാര്യങ്ങൾ പോലീസിനോടും അയാൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ്.